നല്ല പ്രോഗ്രാംസ് എല്ലാവരും ചെയ്തല്ലേ? എല്ലാവരും പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ആര് നമ്മൾ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പള്ളിയില് അല്ലെ, നമ്മുടെ ദേവാലയത്തില് നമ്മുടെ അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്ന ജോസിനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഞങ്ങളുടെ സഭയിലോട്ടും ഞങ്ങളുടെ പ്രദേശത്തോടെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ചേലക്കോട് നിന്ന് കടന്നു വന്നിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങള്, നമ്മുടെ നാസിറ്റോൾ വായിച്ച സഹോദരങ്ങള്, അതുപോലെ പുളിക്കത്തൊട്ടി സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവര്, വെൺമണി സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവര്, അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം എടുത്ത് യൂട്യൂബിലെല്ലാം പോസ്റ്റ് ചെയ്യുന്ന ചാനലുള്ള നമ്മുടെ ജോൺസൺ സാറിനെ, ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തെ കമ്മിറ്റി അംഗങ്ങളെ, കൈക്കാരന്മാരെ, സഭാമക്കളെ എല്ലാവരെയും ഈ ഒരു സെക്ഷനിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നല്ല എൻകറേജ് ആയിട്ട് എന്താണ് VBS ഓക്കെ, ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റാങ്കി ഷോ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നല്ല സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നല്ല സമ്മാനങ്ങളും നല്ല ഭക്ഷണമൊക്കെ നൽകിയായിരിക്കും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. VBS കഴിയാൻ പോലെ തീർന്നല്ലേ? ദിവസം കൊണ്ട് VBS തീർന്നു. സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ? സങ്കടമുണ്ടല്ലേ? കാരണം സങ്കടം VBS തീർന്നുണ്ടല്ലേ? എല്ലാവരും ജീവന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വൃക്ഷമായോ? ആയോ 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 ജീവന്റെ വൃക്ഷമായോ? ഒരു വേഗമെങ്കിലും വചനത്തിലോട്ട് ചെന്നോ? നല്ല ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായോ? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലേ? ഓക്കെ, ഇപ്പോൾ ഞാൻ ജോസിൻ അച്ഛന് മയക്ക് കൈമാറുകയാണ്. അച്ഛനും കൊച്ചനും നമുക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ എക്സ്പീരിയൻസും അവർ VBS നടത്തി. അച്ഛനൊക്കെ കാനഡയിൽ പ്രവർത്തിച്ചാണ്. കാനഡ ചർച്ചിലൊക്കെ അച്ഛൻ പ്രവർത്തിച്ച അച്ഛനാണ്, അച്ഛനും കൊച്ചനും ഒക്കെ. അപ്പൊ അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാമും എല്ലാം പറഞ്ഞുകൊണ്ട് അച്ഛൻ നമ്മളോട് വാക്ക് പറഞ്ഞാൽ അച്ഛനെ അതിന് വേണ്ടി ഞാൻ അച്ഛനും കൊച്ചനും രണ്ടുപേരും ഞാൻ സ്വാഗതം ചെയ്യും. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹകരമായ നല്ലൊരു പകൽക്കാലത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ ശ്രേഷ്ഠകരമായ ഒരു പകൽക്കാലം കർത്താവ് ദാനമായി നൽകി ഞങ്ങളുടെ VBSന്റെ സമാപനം ആഘോഷപൂർവ്വമാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചതിനെ സ്തോത്രം. വെൺമണി ടൗണിലേക്ക് ഞങ്ങൾക്ക് പോകുവാനും അവിടെ സാക്ഷ്യ റാലി സംഘടിപ്പിക്കുവാനും കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഒക്കെ ആ ദേശത്ത് ടൗണിൽ പ്രദർശിപ്പിക്കുവാനും ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ കുഞ്ഞുങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന വ്യത്യസ്തമായ കഴിവുകൾക്കായി സ്തോത്രം. അസാധ്യമായ കഴിവുകൾ, താലന്തുകളാണ് പ്രിയ മക്കൾക്ക് അവിടെ നൽകിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. അവരൊക്കെ പഠിച്ച് നല്ല ഉയർന്ന നിലകളിലൊക്കെ എത്തി നല്ല ഭാവിക്ക് ഉടമകളായി തീരുവാനായിട്ട് കർത്താവ് സഹായിക്കണം. അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കായി സ്തോത്രം, മാതാപിതാക്കന്മാർക്കായി സ്തോത്രം, വോളണ്ടിയേഴ്സിനായി സ്തോത്രം. ജോയൽ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റെനോയ് സാറിനെ പ്രാർത്ഥിക്കുന്നു, RP മാത്യു സാറിനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സഭയുടെ കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവർക്കുമായി സ്തോത്രം. ചെലച്ചുടുന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് കടന്നു വന്ന സഹോദരന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് സമർത്ഥവാൻ അനുഗ്രഹിക്കണം. അല്പസമയം പ്രിയ കുഞ്ഞുങ്ങളുമായിട്ട് ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ ഇടങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാകണമേ. എല്ലാവരും ഇന്ന് നമ്മുടെ റാലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റാലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്? ചെണ്ടയാണോ? വേറൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ചെണ്ട മാത്രമേ ഉള്ളൂ? ഡാൻസ്, ആരുടെ ഡാൻസ് ആണ് പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞത്? ആരുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടത്?
ആരുടെ ഡാൻസ് ആയിരുന്നു? പേര് പറഞ്ഞല്ലോ, ആരായിരുന്നു? ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മുടെ BBS ഒരു ഭാഗമാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാനും ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഉള്ള കഴിവുണ്ടാകുക എന്നുള്ളതാണ് BBSന്റെ ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? ആരുടെ ഡാൻസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ? ആരെങ്കിലും ഡാൻസ് കളിച്ചായിരുന്നോ? അപ്പൊ ആരുടെ ഡാൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആ ഇരിക്കുന്ന കുട്ടിക്ക് പേരില്ലയോ? മോളുടെ പേരില്ലയോ? മോളുടെ പേരെന്താ? ആ ചേച്ചിയുടെ പേരെന്താന്ന് ചോദിച്ചേ? നീയാണോ? ഓക്കെ, നീ നമുക്ക് ഒരു നല്ല കൈയടി കൊടുക്കാം. ഓക്കെ, വെൽ ഡൺ, എക്സലന്റ്, അമേസിംഗ് പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു. പാട്ട് എന്താണ്? പാട്ട് ഇഷ്ടപ്പെട്ടാണ് പാട്ട് പാടിയത്? എല്ലാവരെയും പാട്ട് ഇഷ്ടമാണ്. അലൻ, അലന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. അലന്റെ പാട്ട് ഇഷ്ടപ്പെട്ടത് കൈയെടുപ്പിക്ക്. അപ്പൊ അലനെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, ഗുഡ്, എക്സലന്റ്, അമേസിംഗ് പെർഫോമൻസ്, ഗുഡ്. ഓക്കെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇന്ന് ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ 1:30 ആവുമെന്നാണ് നമ്മുടെ ജോൺ സാറ് പറഞ്ഞത്. കാരണം വിഭവസമൃദ്ധമായ ആഹാരം ഇങ്ങനെ അല്ല, എന്താ സാറേ സ്പെഷ്യൽ പറയാ? സ്പെഷ്യൽ ഇങ്ങനെ ഉരുളിക്കകത്ത് ഇങ്ങനെ കിടന്ന് തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. നിങ്ങളുടെ സ്പെഷ്യൽ ഉരുളിക്കകത്ത് ഇങ്ങനെ എന്ത് ചെയ്യണം? തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് ഇവിടെ നിന്നിട്ട് വായി ഇങ്ങനെ വെള്ളം ഊറി വരിക. അപ്പൊ അതുപോലുള്ള നിങ്ങൾക്കൊരു സർപ്രൈസ് സ്പെഷ്യൽ ആയിരിക്കും. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ടു. ഈ ഒരു കാര്യം എൻ്റെ ദൈവമേ, ഇതുപോലൊരു സ്പെഷ്യൽ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം. അതോ അതിനാണ് പിന്നണിയിൽ ഇവിടെ പലരെയും കാണുന്നില്ല, കൈക്കാരന്മാരൊന്നുമില്ല. അവരൊക്കെ ഈ സ്പെഷ്യലിന്റെ പിന്നിൽ ഇങ്ങനെ കണ്ടാവുന്നതാണ് ചെറുണ്ടിരിക്കുക കേട്ടോ. അപ്പൊ 1:30 ആകുമ്പോൾ ഈ സ്പെഷ്യൽ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടും കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരും കൂടി അല്ല, ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ കരിമന്തി രസായനം അങ്ങനെ വല്ല ആണെന്ന് അറിയത്തില്ല കേട്ടോ. കരിമന്തി ആന കിട്ടും ഇവിടെ ഫ്രൈ ആയിട്ട്. ആന ഫ്രൈ ഉണ്ടോ? ഇല്ലല്ലേ, അതൊക്കെ പണ്ടൊക്കെയാണ് നല്ല അല്ലെ. ഇപ്പൊ ഇന്ന് നടക്കത്തില്ല. കരിമന്തി രസായനമൊക്കെ കഴിച്ച് ഇവിടെ അധികം കഴിക്കേണ്ടി വരുന്നില്ല അല്ലേ? ഓക്കെ, അങ്ങനെ എന്തോ സംതിങ് സ്പെഷ്യൽ കേട്ടോ. ഇനി ഞാനൊരു കഥ പറയാം. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണല്ലേ? നിങ്ങൾ ഏറ്റവും നല്ലൊരു കഥ പറയാം. ഏത് കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇവിടെ നിങ്ങൾ BBSൽ പഠിച്ച ഒരു കഥ, ഏറ്റവും നല്ല കഥ ആരുടെ കഥ? അല്ലെങ്കിൽ ജീവചരിത്രമായിക്കോട്ടെ, ആരെയാണ്? യേശുപ്പച്ചൻ്റെ. ഓക്കെ, ഗുഡ്, കൊള്ളാം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച ഏറ്റവും നല്ലൊരു കഥയുടെ പേര് പറയാമോ? കഥ നോഹാപ്പച്ചൻ്റെ കഥ. കൊള്ളാം, ഗുഡ്. അപ്പം യേശുപ്പച്ചൻ്റെ കഥ, നോഹാപ്പച്ചൻ്റെ കഥ. ഓക്കെ, ഇന്ന് ഞാനൊരു പയ്യൻ, നിങ്ങളെ പോലെ ഒരു ബാലന്റെ കഥയാണ് പറഞ്ഞത് കേട്ടോ. ഹലോ, അയ്യോ പോരല്ലോ, ജോൽ സാറിന്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഹലോ, കൊള്ളാം, വെരി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു BBS ഒക്കെ? സൂപ്പർ, അടിപൊളിയായിരുന്നു അല്ലേ? എന്നോട്ടാ തുടങ്ങിയ? തിങ്കളാഴ്ച ആയിരുന്നോ? തിങ്കളാഴ്ച തുടങ്ങി. ഇന്ന് അല്ലേ നമ്മുടെ സമാപനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൺമണിയിലൊക്കെ പോയി അല്ലേ, ഡോളൊക്കെ അടിച്ച് റാലിയൊക്കെ നടത്തി അല്ലേ, നമ്മൾ ആക്ഷൻ സോങ്ങൊക്കെ കളിച്ച് പാട്ട് പാടി അല്ലേ, വളരെ സന്തോഷമല്ലായിരുന്നോ? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്ന് നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നമ്മുടെ ജോയൽ സാറ് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇന്ന് പ്രോഗ്രാമൊക്കെ ക്രമീകരിച്ചു. ജോയൽ സാറിന് പ്രത്യേക ഞങ്ങളുടെ പള്ളിയിലും 1-2 ആഴ്ച മുമ്പ് BBS ഒക്കെ നടന്നായിരുന്നു. അതും ജോൺ സാറിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നേരം എനിക്കും ടീച്ചറായിട്ടൊക്കെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളോടെയൊക്കെ ആയിരിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ ഈ BBS തീരുമ്പോൾ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാ? സന്തോഷമാണോ വിഷമാണോ? സങ്കടം അല്ലേ? ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഓർക്കുക അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ ഒത്തിരി ദിവസം അങ്ങനെ പോകാൻ പറ്റത്തില്ല അല്ലേ? BBS ഒത്തിരി കഥകളും പാട്ടുകളും ഒക്കെ പഠിച്ച് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. എന്നിട്ട് ഈ വർഷത്തെ ചിന്താശി എന്നായിരുന്നു? ദൈവത്തിന്റെ വൃക്ഷം അല്ലേ? എന്നിട്ട് എന്നാ ദൈവത്തിന്റെ വൃക്ഷത്തെ കുറിച്ച് പഠിച്ചത്? എങ്ങനെയായിരിക്കണം ദൈവത്തിന്റെ വൃക്ഷങ്ങള്? ഇല്ല ഓടാത്തായിരിക്കണം. പിന്നെ നല്ല വേര്. എങ്ങോട്ടായിരിക്കണം വേര്? നമ്മുടെ
ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ. അതായിരിക്കണം നമ്മുടെ ഇനിയുള്ള ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനി ഈ ഒരു മാസം കൂടെ നമുക്ക് അവധിയുള്ളൂ അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? സ്കൂളിൽ പോകും അല്ലേ? സ്കൂളിൽ പോകാൻ സന്തോഷമാണോ എല്ലാവർക്കും? സന്തോഷം അല്ലേ? സ്കൂളിൽ പോയി പഠിച്ചാലല്ലേ നമുക്ക് നല്ല എന്തുണ്ടാവുള്ളൂ? നല്ല ബുദ്ധി കിട്ടുള്ളൂ അല്ലേ? സ്കൂളിൽ പോയി പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബുദ്ധി, പിന്നെ വിവേകം, നല്ല അറിവ് അല്ലേ? എന്തിനൊക്കെയാ സ്കൂളിൽ പോയി പഠിക്കുന്നത്? പഠിച്ചിട്ട് നടക്കുന്നത് ചുമ്മാ വെറുതെ പപ്പായും മമ്മിയും വിടുന്നോണ്ടൊക്കെ പോവാണ്. ജോലി അല്ലേ? ചുമ്മാ അല്ല, പഠിച്ചിട്ട് നമുക്ക് എന്താ വേണം? നല്ല ജോലിയൊക്കെ കിട്ടണം അല്ലേ? എന്നാലേ നമ്മുടെ ഭാവിയൊക്കെ അനുഗ്രഹമായിട്ട് തീർത്തുള്ളൂ അല്ലേ? നമുക്ക് ജീവിക്കണമെങ്കിൽ എന്നാ വേണം? ജോലി വേണം. ജോലി ചെയ്താൽ എന്താ കിട്ടുന്നത്? പൈസ വേണം അല്ലേ? അപ്പൊ പൈസ കിട്ടിയാലേ ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്? യേശുവിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ? അപ്പൊ നിങ്ങൾക്കൊക്കെ പഠിച്ച് ജോലി കിട്ടുമ്പോ നിങ്ങൾ അതുപോലെ കൊടുക്കുക, ദശാംശം ദൈവത്തിന് കൊടുക്കണം കേട്ടോ, നല്ല മക്കളായിട്ട്. അപ്പൊ സ്കൂളിലൊക്കെ പോയി, അപ്പം നമ്മൾ സ്കൂളിലൊക്കെ കടന്നു പോകുമ്പോ നമ്മൾ ഈ VBSE പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാരും പ്രാവർത്തികമാക്കുമോ? അവിടെ എങ്ങനെയായിരിക്കും? നല്ല പ്രശ്നങ്ങളായിരിക്കുമോ? യേശുപ്പച്ചന്റെ ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ? അതോ അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് എപ്പോഴും വഴക്കുണ്ടാക്കുമോ? പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും? കൂട്ടുകാരനെയും കൂട്ടുകാരിയൊക്കെ എന്ത് ചെയ്യും? സ്നേഹിക്കും അല്ലേ? സ്നേഹിക്കും, കരുതും അല്ലേ? അവർക്കിപ്പോ നേരത്തെ ഭക്ഷണമില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യും അല്ലേ? അങ്ങനെ ദൈവത്തിന്റെ നല്ല വൃക്ഷങ്ങളായിട്ട് നിങ്ങൾ വളരും അല്ലേ? നല്ല എങ്ങനത്തെ ഫലം കായ്ക്കുന്ന? നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായിട്ട്. അപ്പൊ ഈ വർഷം VBSE പഠിച്ച വാക്യങ്ങളും കഥകളും പാട്ടും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. അത് മറന്നുപോലെ. നമ്മുടെ ജീവിതയാത്ര ഇങ്ങനെ തുടരുമ്പോ അതെല്ലാം നമ്മുടെ ജീവിതത്തില് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ കാണിച്ചു തരാനാണ്. സന്തോഷം നിനക്കുണ്ടെങ്കിൽ കൈകൊട്ട്, സന്തോഷം നിനക്കുണ്ടെങ്കിൽ കൈഞ്ഞൊടി, സന്തോഷം നിനക്കുണ്ടെങ്കിൽ മുട്ടിനടി, സന്തോഷം നിനക്കുണ്ടെങ്കിൽ കാഴ്ചവിട്ട്. അപ്പൊ ഞാൻ നമുക്ക് ചെയ്യാം. സന്തോഷം നിനക്കുണ്ടെങ്കിൽ കൈകൊട്ട്, സന്തോഷം നിനക്കുണ്ടെങ്കിൽ കൈഞ്ഞൊടി, സന്തോഷം നിനക്കുണ്ടെങ്കിൽ മുട്ടിനടി, സന്തോഷം നിനക്കുണ്ടെങ്കിൽ കാഴ്ചവിട്ട്, സന്തോഷം നിനക്കുണ്ടെങ്കിൽ എല്ലാം ചെയ്യും. അതുകൊണ്ട് ചെയ്യാം. അപ്പൊ ഇനി എല്ലാവർക്കും മനസ്സിലായല്ലോ? റെഡിയാണല്ലോ? ഓക്കെ. സന്തോഷം നിനക്കുണ്ടെങ്കിൽ കൈകൊട്ട്, സന്തോഷം നിനക്കുണ്ടെങ്കിൽ കൈഞ്ഞൊടി, സന്തോഷം നിനക്കുണ്ടെങ്കിൽ മുട്ടിനടി, സന്തോഷം നിനക്കുണ്ടെങ്കിൽ കാഴ്ചവിട്ട്, സന്തോഷം നിനക്കുണ്ടെങ്കിൽ എല്ലാം ചെയ്യും. ഓക്കെ, താങ്ക് യു. നല്ല മിടുക്കതാണേ, സൂപ്പർ. പറഞ്ഞ പോലെ എല്ലാരും നല്ല യേശുപ്പച്ചന്റെ കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ വീട്ടിലും സഭയിലും സമൂഹത്തിലും എല്ലാം ആയിരിക്കണം കേട്ടോ. ആയിരിക്കുമോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, VBSE തീരാൻ പോയല്ലേ? വിശക്കുന്നുണ്ടോ? ആരെങ്കിലും വിശക്കുന്നുണ്ടോ? ഇല്ലേ? ഓക്കെ, കുറച്ച് നാട്ടിൽ വിശക്കും ഈ പരിപാടി കഴിയുമ്പോ കേട്ടാ. ഓക്കെ, നമുക്കാണെങ്കിൽ നമ്മളെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടില്ലേ? പുറകോട്ട് തിരിഞ്ഞു നോക്കി, പുതിയ മോഹങ്ങളുണ്ടോ നോക്കി. ഇല്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ? നമ്മൾ പരിചയയാത്രയൊക്കെ ഉണ്ടല്ലേ? ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച പാട്ടുകളും പഠിച്ച ഡാൻസുകളും എല്ലാം എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണ്ടേ? ഇത് കാണിച്ചു കൊടുക്കണോ? കാണിച്ചു കൊടുക്കണോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം ഓക്കെ എഴുതിക്കാം. ചാടി എണീറ്റാ വേണ്ട, ചാടി എണീറ്റ് എന്റെ അങ്ങനെ കാണിച്ചു നോക്കിയോ?
നമുക്ക് ഒന്നാമത്തെ പാട്ട് പാടി രണ്ടാമത്തെ പാട്ട് പാടി അല്ലേ? അത് പഠിച്ചു. എന്നാലും ഇതുവരെ പഠിച്ച എല്ലാ പാട്ടുകളും പാടി അതുപോലെ എല്ലാ ആശയവും കളിച്ച് നമുക്ക് ഈ ദിവസം വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ആഴ്ച നമ്മൾ മടുത്തിരിക്കുമല്ലേ? ആശ കളിക്കാൻ എടുത്ത് കഴിക്കാണ്. അല്ലാതെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇരുന്ന് പാട്ട് പാടാം. ഓക്കെ, പാട്ട് പാടാൻ എന്ത് ചെയ്യാം? ഇരുന്ന് പാട്ട് പാടാം. ഓക്കെ, ഏത് പാട്ട് ആദ്യം പാടണം? ഏത് പാട്ട് ആദ്യം പാടണം? സക്കൈയ തീം സോങ്. ഒന്നാമത്തെ പാട്ട്. ചാടി എടുത്തോ. ഒന്നാമത്തെ പാട്ട്. Thank
ഓർക്കുന്നില്ലേ? ഒന്നായി കളിക്കാം. നമ്മുടെ വോളണ്ടിയേഴ്സ് പുറത്തുണ്ടോ? ഒരു 2-3 വോളണ്ടിയേഴ്സ് കയറി വന്നേ. കയറി ഓടി വാ. ബാബാ ഓടി വാ. റെഡി. പഠിപ്പിച്ചില്ലേ? അങ്ങനെ ഓക്കെ, അടുത്തത് ഓക്കെ പാടാം. 8ാമത് പാട്ട് പഠിക്കാം. ഓക്കെ റെഡി. പാട്ട് പാടണം. ഓക്കെ
വരുന്നോ?
പതിനേഴാമത് പാട്ട് പാടുക.
എനിക്ക് മുന്നിൽ വരാൻ നാണമാ, എനിക്ക് ഭയങ്കര നാണം, ഇങ്ങനെ ഞാൻ എന്തൊക്കെ പുറകെ ഇങ്ങനെ എനിക്ക് ഭയങ്കര നാണമാണ് പറഞ്ഞത്. നാണം വെടിക്കനായിട്ട് മൈക്കൊക്കെ പിടിച്ച് എല്ലാവരും നല്ല കാരണക്കാരനാണ്. ഹലോ, ഞാനായിരുന്നു ഇത്തവണത്തെ ഗോപർ ടീമിന്റെ ലീഡർ. എല്ലാം നല്ല ഗെയിംസ് കുറെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ചിലതിലൊക്കെ വിജയിച്ചു, ചിലതിൽ പരാജയപ്പെട്ടു. സോറി. പിന്നെ കുറെ പാർട്ടീസ് പഠിക്കാൻ പറ്റി. ഞങ്ങൾ ഈ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ലിമിറ്റ് ടീച്ചറായിരുന്നു ആദ്യത്തെ ടീച്ചർ. പിന്നെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ ആന്റിമാരി എടുത്തു. അങ്ങനെ പലരും എടുത്തു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളായിരുന്നു. പിന്നെ നല്ല ആക്ഷൻസ് പഠിക്കാൻ പറ്റി, നല്ല സോങ്സ് പഠിക്കാൻ പറ്റി. ഞാനിന്ന് ലാസ്റ്റ് ദിവസം ഒരു പാട്ട് പാടുകയും ചെയ്തു. പിന്നെ ആക്ഷൻ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നു. ഒരു ടീം നന്നായിട്ട് കളിച്ചു. അല്ല, നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നവർ തന്നെയാണ്. നല്ലൊരു സുഹൃത്തുക്കളെ കുറച്ച് കിട്ടി. പിന്നെ ചേർച്ചോടുള്ള കുറെ പേര് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ വോളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. താങ്ക് നമുക്ക് സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപരാണ്ടത് പാട്ട് പാടിയല്ലോ. നമുക്ക് എല്ലാവർക്കും എനിക്ക് വോളണ്ടിയേഴ്സ് ഒരാൾ ആരെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ
ആ കുട്ടികൾ ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പേരൻസിനോ അടുത്തുള്ളവർക്കോ വന്ന് ആ ഗിഫ്റ്റ് കൈപ്പറ്റാവുന്നതാണ്. ഓക്കെ, പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോ കുഞ്ഞുങ്ങൾ പറഞ്ഞു ടീച്ചേഴ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ചെറിയ പിള്ളേരെ ഒന്ന് പറഞ്ഞിടാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആദ്യം ബെർലിൻ സിജോ. ഓക്കെ, അടുത്ത ജെഫിൻ കെ ഫിബിൻ. ആഷ്ന സിജോ. നന്നായിട്ട് ക്ലാസ് ചെയ്യണോ, എല്ലാം സമാനം. ആഷ്ന സിജോ. ഓക്കെ, അനുഷ രാജേഷ് വന്നിട്ടില്ല. ആരെങ്കിലും കൂടുതൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഓക്കെ, വാങ്ങിച്ചോ. യെസ്. ഓക്കെ, അഭിന സിജോ. അലൻ കെ പോൾസൺ. സെറാം മരിയ സ്പിനോയ്. പൂജ പ്രസാദ്. ദിയ വന്നിട്ടുണ്ടോ? ദിയയുടെ മൊത്തം പേരെങ്ങനെയാ? പുള്ളിനെങ്ങനെയാ? ഓക്കെ, ഓടി. സെവിൻ വിൻസെന്റ്. ജസ്മിൻ വിൻസെന്റ്. സെറാ ജോസഫ്. ജസ്ന തോമസ്. ആരോൺ ജോസഫ്. മിയാമോൾ സജി. രേഷ്മ പിയ. ബ്ലെസ്സിംഗ് മോൾ സിജോ. നന്നായി ക്ലാസ്സിലെ ജോയൽ മാത്യു. നന്നായി ക്ലാസ്സിലെ ഇന്ദ്രജിത്ത് കെ ദേവ്. അഭിജിത്ത് കെ ദേവ്. ജിവാന പിബി. കേറ്റിൻ ഇസ മരിയ പിബി. ജിവാനിയ മാത്യു. ആൻഡ്രീന ജോസഫ്. ആരംഭം വാങ്ങിച്ചു. ഓക്കെ, ആമോസ് മൈക്കൽ. മിയ ഗിനീഷ്. അമൽ മൈക്കൽ. ഉണ്ടോ? ആമോൻ മൈക്കൽ. അപർണ രതീഷ്. അർജുൻ കെ എസ്. അർപ്പണ. ഓക്കെ, ഹിന്ദിയുടെ സീതയുടെ പേരാണ് അർപ്പണ. ഓക്കെ, സോറി. അർജുൻ കെ എസ്. ഹരിപ്രിയ പി എസ്. അൽന. സോറി, അൽന ആയിരിക്കില്ല. ഹന്ന പുതിയൊരു കുട്ടി വന്നിരുന്നു. ഹന്ന. പുണ്യ പ്രസാദ് അല്ലേ? കേടൻ. ഓക്കെ, വാ മാച്ചോ. രണ്ടുപേരും വാങ്ങിച്ചോ. തീർത്ഥ. വന്നിട്ടില്ല. ആരെങ്കിലും പോകാനുണ്ടോ? കൂടുതൽ ആരും വന്നിട്ടുണ്ടോ? ഇനി സൺഡേ സ്കൂൾ VBSന് വന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും കുട്ടികൾക്ക് സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സമ്മാനം കിട്ടാത്തവരുണ്ടോ? കിട്ടിയില്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ദയ. ഓക്കെ, പേരുണ്ടായിരുന്നു. ഓക്കെ, ദയ. ഓക്കെ, ദയ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? ഒരു കുഞ്ഞു വാങ്ങണ്ടല്ലോ അവിടെ. എന്തേ ഓടിയോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. ആർക്കെങ്കിലും ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കിട്ടാനുണ്ടെങ്കിൽ അത് പറയണം. ഒരു ദിവസമെങ്കിലും VBSന് കൂടിയിട്ട് സമ്മാനം കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ടീച്ചേഴ്സിനുള്ള സമ്മാനമാണ്. ഈ വർഷത്തെ VBSന്
കുറച്ചു പേരെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചേഴ്സ് സമ്മാനം കൊടുക്കാനായിട്ട്. പക്ഷേ BBSന് നമുക്ക് 4 ടീച്ചർമാരാണ് പഠിപ്പിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ചിന്നമ്മ ആന്റിയും അതുപോലെ സുസമ്മ ടീച്ചറും നിമ്മി റോയ് ടീച്ചറും അതുപോലെ മോളി മാറ്റി ടീച്ചറും 4 ടീച്ചർമാരാണ് നമുക്ക് ഈ വർഷത്തെ BBS ക്ലാസ്സുകൾ നമുക്ക് എടുത്തുതന്ന് ടീച്ചർമാരെ 4 പേരെ ഒരുമിച്ച് സ്വാഗതം. ഒരാളില്ല. 3 പേരെ ഒരുമിച്ച് സ്വാഗതം ചെയ്യണം. ആദ്യം ചിന്നമ്മ TS. ടീച്ചർമാരല്ലേ ജോഷി ഉണ്ടോ? മോർണിംഗ് മൈക്കിൾ. ഈ 4 ടീച്ചർമാരാണ് ഈ വർഷത്തെ BBS നമുക്ക് അടുത്തതായിട്ട് അടുത്തത് വോളണ്ടിയേഴ്സിനുള്ള സമ്മാനമാണ്. അത് കൊടുക്കാനായിട്ട് സ്റ്റെനോയ് സാറിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വോളണ്ടിയേഴ്സിനുള്ള സമ്മാനം കൊടുക്കാനായിട്ട് സ്റ്റെനോയ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. പേര് വിളിക്കുന്നു ആൻഡ്രോസ് തങ്കം ജയ്. ആൻഡ്രോസ് സ്നേഹ ആൻഡ്രോസ് ഉണ്ടോ? ഈ പ്രാവശ്യം ഒത്തിരി വോളണ്ടിയേഴ്സ് ഗവൺമെന്റ് സഭയിലും പുളിക്കത്തടി സഭയിൽ നിന്നും തെക്കത്തോണി സഭയിൽ നിന്നും അതുപോലെ തന്നെ ചെർച്ചോട് സഭയിൽ നിന്നും വോളണ്ടിയേഴ്സ് ആയിട്ട് ഒരുപാട് പേര് ലഭിച്ചു. അത് അനീന ഷിറ്റോ, അത് രക്ഷൻ ബിനോയ്, റിയ ജേമോൻ, അനിത ജോസ്റ്റിൻ, ജസ്ന ജസ്റ്റിൻ, അനിസ ജോൺസൺ, ജീവൻ മാത്യു, കെസിയ ബിനോയ്, ആദിൽ ക്രിസ്റ്റോസ, സെറീന തോമസ്, എലിന ബിജോ അല്ലേ? വിമല സിജോ, മേരിക്കുട്ടി ജോൺസൺ, മേരിക്കുട്ടി വർഗീസ്, മനു മാത്യു, അടുത്ത് ജോഷ്മ ദേവസ്യ, ജോസ്മി ജോസ്, ഏലിയാന ജോസ്, സിജി മാത്യു, മനു മാത്യു. നമ്മുടെ പള്ളിയിലെ കൈക്കാരനാണ് വനിതല. അതുപോലെ നിമില ചേച്ചിയും നമ്മുടെ കൈക്കാരത്തിയാണ്. ഏതെങ്കിലും വോളണ്ടിയേഴ്സിന് കിട്ടാനുണ്ടോ? ഷിജോ പുള്ളോലി, സിജോ പുള്ളോലി അദ്ദേഹത്തെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നല്ല കൈ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മറ്റൊരു പിന്നിൽ പ്രദർശിച്ചിട്ടുണ്ട്. സിജോ തെക്കാട്ടിൽ ഉണ്ടോ? ഉണ്ടോ തെക്കാട്ടിൽ? അത്യാവശ്യം ഇപ്പോൾ ഓട്ടത്തിലാണ്. അതിന് വാങ്ങുവാനായിട്ട് സഹധർമ്മിണിയായ സിജോനെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് പേരുകൾ കൊടുക്കാനുണ്ടല്ലേ?
അതെന്നറിയോ, നമ്മുടെ വിദ്യാഭ്യാസത്തിന് അതുപോലെ അമ്മച്ചിയൊക്കെ വന്നല്ലേ നമുക്ക് സഹായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കൊണ്ട് നമ്മുടെ തിരുവപ്പറമ്പിൽ അമ്മച്ചിനെ മുമ്പോട്ട് സ്വാഗതം ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ വർഷത്തെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് നമ്മുടെ പള്ളിയിലെ നൊപ്പ്യാരച്ചനാണ്. ഓക്കെ, നൊപ്പ്യാരച്ചനെ മുമ്പോട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ തുല്യമായിട്ട് കൊടുക്കാനായിട്ട് സ്വാഗതം ചെയ്യാനുള്ള പള്ളിയിലെ നൊപ്പ്യാരച്ചനാണ് ജോസ് എബ്രഹാം. അതുപോലെ തന്നെ പുളിക്കത്തൊട്ടി സഭയിൽ നിന്ന് കടന്നു വന്ന ഒരു ആന്റിയുമുണ്ട്. എല്ലാ ദിവസവും കൈക്കുഞ്ഞിനുമായിട്ട് വീണ്ടും വന്ന ആന്റീനെ കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ആന്റീനെ സമ്മാനം വാങ്ങാനായിട്ട് മുമ്പോട്ട് സ്വാഗതം ചെയ്തു. ഓക്കെ, ആന്റിക്ക് സമ്മാനം നൽകുവാനായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുക. സ്വാഗതം ചെയ്യുന്നു. സാറും എല്ലാ ദിവസവും പിള്ളേരുമായിട്ട് വണ്ടിക്ക് വന്ന് നമ്മളെ എല്ലാ പിള്ളേരെയും കൃത്യമായി പങ്കെടുപ്പിക്കുന്നുണ്ടായിരുന്നു. സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സാറിന് സമ്മാനം നൽകുവാനായിട്ട് അച്ഛനെ കൃത്യമായിട്ട് സ്വാഗതം. ഒരുമിച്ച് നമുക്ക് സന്തോഷിക്കാൻ ഒരു സമയം കർത്താവ് തന്നു. 5-6 ദിവസം ഈ 1:30-2:30 മണി വരെയും നമുക്ക് ഒരുമിച്ച് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് സഹായിക്കാനും പഠിക്കുവാനും എല്ലാം നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായിച്ചതോട്ട് ദൈവത്തിന് 1000 നന്ദി പറയണം. എന്നാൽ നമ്മുടെ ജോയൽ സാറ് നമ്മുടെ തെക്കന്തോടി സഭയിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്. എല്ലാവരും വരണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ പല സഭകളിൽ നിന്നും പലരും ഈ വേദിയിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. പല സമയത്തും ഇത് മാറ്റിവെക്കേണ്ടതായ ഒരു സമയമുണ്ടായിരുന്നു. പല സമയത്തും മാറ്റിവെച്ചു. മൂന്നാമത് മാറ്റിവെച്ചതായ സമയത്ത് ഞങ്ങൾ ജോയൽ സാറിനോട് പറയുകയുണ്ടായി, സാറേ ഇനിയിപ്പം വേണമെന്ന് വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. 1, 2, 3 പ്രാവശ്യം മാറ്റിവെച്ചിരിക്കും. ഏതായാലും അതൊന്നും വകവെക്കാതെ നമ്മുടെ ജോയൽ സാറ് വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇത്രയും നല്ലൊരു ബീബിസ് നടത്തുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. ഇന്ന് പല ദൈവദാസന്മാര് നമ്മുടെ വേദിയിൽ കടന്നു വരേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ആൾക്കാരെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ ജോയൽ സാറിൻ്റെതായ ഒരു ഉത്സാഹം കൊണ്ടാണ് ഇത്രയും നല്ലതായ രീതിയിൽ ഈ ദേശങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും ദൈവം ജോയൽ സാറിനെ സഹായിച്ചു. എന്നാലും അനേകരുടെ കൈത്താങ്ങലുകളുണ്ടായിരുന്നു. പല സഭകളിൽ നിന്നും കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് സഹകരിക്കുവാനും സഹായിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതല്ല ഒന്നാമത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് ദൈവദാസന്മാരോട് ചില ആൾക്കാരോട് എന്തെങ്കിലും ഒരു പാട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്തെങ്കിലും ഒരു വചനത്തിൻ്റെതായ ഒരു കാര്യങ്ങൾ നേരെ ചൂല് പറഞ്ഞു തരുവാനായിട്ടില്ല. പണ്ട് കാലങ്ങളിൽ അനേക ദൈവദാസന്മാർ സൺഡേ സ്കൂൾ കുട്ടികൾക്കും ഇവിടെ മറ്റ് സഭകളിലുള്ള എല്ലാവർക്കും ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവർക്ക് നല്ല നല്ല പാട്ടുകൾ പറഞ്ഞു കൊടുക്കും, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ അത് കാണുവാനായിട്ട് ഇന്നുവരെയും സാധിച്ചിട്ടില്ല. ഇത്രയും എല്ലാവർക്കും നല്ല നല്ല സമ്മാനങ്ങൾ ലഭിച്ചു. ഞാൻ ഓർക്കുകയുണ്ടായി, സാറ് പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം പോലും പറ്റിയ സമയങ്ങളുണ്ട്.
നിങ്ങൾ ആരെങ്കിലും ഒരു നേരത്തെ വെള്ളം സാറിന് എടുത്തു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൊടുത്തില്ല. ഈ സ്ഥാനത്ത് ഞാൻ വന്നിരുന്നില്ല. എന്നാൽ ദൈവം ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. തൊണ്ടയിലെ വെള്ളങ്ങൾ വറ്റി ഈ സമയം വരെയും നാവ് തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടി. നിങ്ങൾ സാറിന് എന്തെങ്കിലും കൊടുത്തുവോ? സാറിന് ഒരു സമ്മാനം കൊടുത്തുവോ? ഒരു നേരത്തെ വെള്ളം കൊടുത്തുവോ? എന്നാൽ നമുക്കും ദൈവം അനുഗ്രഹിച്ച് ഇത്രത്തോളം ഒരു സമ്മാനം സാറിന് ഒരു സമ്മാനം കൊടുക്കുവാനായിട്ട് ഞാൻ ഈ സമയത്ത് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. ജോയൽ സാറിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ BBSന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. ചേർച്ചോട് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ടൂറൊക്കെ ക്രമീകരിച്ച് വന്നിരുന്നു. ഈ വർഷം അതുപോലെ പല പുതിയ മോഡേൺ പ്രോഗ്രാം കുഞ്ഞുങ്ങൾക്ക് ആകർഷണീയമായ തരത്തിൽ അത് ക്രമീകരിക്കാനായിട്ട് ജോയൽ സാറിന് ഒരു പ്രത്യേക ടാലന്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നമുക്ക് ആവശ്യമാണ്. പുതിയ മോഡേൺ ടെക്നോളജി. അതുപോലെ തന്നെ സാറിൻ്റെ എപ്പോഴും ടാബാണ്. ആ ടാബിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോൾ ബുക്കൊക്കെ ആയിട്ട് ഡയറി അയക്കാണ്ട് പഴയ ഡയറി അയക്കേണ്ടി ഇരിക്കുന്നത്. സാറിൻ്റെ ടാബാണ്. അപ്പോൾ അത്രമാത്രം വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറയും ഞങ്ങളെപ്പോലുള്ള പഴയ ആൾക്കാരുമായിട്ട്. പുതിയ തലമുറയ്ക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സാറ് ഈ ഒരു ടെക്നോളജി സഭയിൽ വന്നതിന് ശേഷം പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കി. സാറിനെ കൊണ്ടുവിടെ ഞാൻ ഇവിടെ വന്നിരുന്നു. പല മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് BBS. അതുകൊണ്ട് സഭയുടെ ഉപകാരം വളരെ സന്തോഷത്തോടുകൂടെ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ സാറ് നൽകുകയാണ്. ഇത് വലിയ ഉപകാരമൊന്നുമല്ല. സാറിൻ്റെ സേവനങ്ങൾക്ക് ഒരു ചെറിയ പാരിതോഷികം അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റ് പാരിതോഷികമല്ല ദൈവനമ്പരാനാണ് നൽകുന്നത്. നമുക്ക് ചെറിയ ഉപകാരങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ സന്തോഷമുണ്ട്. ഈ ഒരു ഉപകാരം ഈ ടെക്നോളജി സഭയുടെ പേരിൽ എഴുതാവശേഷനാണ് നൽകുന്നത്. അതിന് പകരക്കാരൻ ഞാൻ കരുതാനായിട്ട് സമ്മേളിച്ച ആഴ്ച ടെക്നോളജി സഭയോട് നന്ദി അറിയിക്കട്ടെ. പലയിടത്തും ഇങ്ങനെ ഒരു കരുതൽ ഇപ്പോഴില്ല. നമ്മുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ കരുതുക എന്നുള്ളത് നമ്മുടെ തന്നെ ദൈവം തന്ന വലിയ അനുഗ്രഹമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ശുശ്രൂഷകരെ കരുതുന്ന എല്ലാ സഭകളും എല്ലാ കുടുംബങ്ങളും തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. യാതൊരു സംശയമില്ല. നിങ്ങൾ കാണിച്ച സന്മനസ്സിനും പ്രത്യേകം നന്ദി പറയാം. ജോയൽ അറക്കൽ ഉണ്ടോ? ജോയൽ ജോസ് അറക്കൽ ഒക്കെ ഭക്ഷണമൊക്കെ വാഹനത്തിൽ കൊണ്ട് തരികയും ഒക്കെ ചെയ്താണ്. നമ്മുടെ കപ്പേരൻസിന്റെ മകനാണ്. ഓക്കെ, ജോയൽ ജോസ് അറക്കലെ അതുപോലെ തന്നെ ഇപ്പോൾ ജോസിൻ അച്ഛനും അച്ഛനും കൂടെ ഇപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് എഴുതുകയാണ്. അത് നൽകുവാനായിട്ട് സിനോയ് സാറിനെ ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛനും പ്രസംഗിക്കും സമ്മാനം നൽകുവാനായിട്ട് സിനോയ് സാറിനെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം മൊത്തം ഓക്കെ ഈ ലോകമെമ്പാടും എത്തിക്കുന്ന നമ്മുടെ ജോൺസൺ സാറാണ്. ജോൺസൺ സാർ നമ്മുടെ പരിപാടി എവിടെയുണ്ടോ ഓക്കെ അവിടെ സാറ് നമുക്ക് വേണ്ടി പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് സാറിന്റെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് എന്നും ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്കത് എടുത്ത് കാണാം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം അത് റെക്കോർഡഡ് ആണ്. സാറിന്റെ ഔദ്യോഗികമായ ജീവിതത്തിന് ശേഷം സാറ് ഫ്രീ ലൈഫായിട്ട് സാർ ചെയ്യുന്ന സ്വന്തമായി ചെയ്യുന്ന കാര്യമാണ്. സാറിന് നന്ദി സ്നേഹത്തെ അറിയിക്കുന്ന ഞങ്ങളുടെ ചെറിയൊരു സമ്മാനം സാറിനും ഈ നിമിഷം തരികയാണ്. ഡോക്ടർ മീഡിയയ്ക്ക് നൽകുന്നു. സാറിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സമ്മാനം നൽകുവാൻ അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് രണ്ട് വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് BBS വൈൻഡപ്പ് ആകാൻ പോവുകയാണ്. ചെയ്യാൻ പോവാണ്. ഇനി സമ്മാനം കിട്ടാനുണ്ടോ ആരെങ്കിലും? ടീമിന് എന്ത് ചെയ്യാനുണ്ട്? സമ്മാനം കിട്ടാനുണ്ടല്ലേ? ഈ വർഷം BBSന്റെ 2 ടീമാണ് നമുക്ക് ഉണ്ടായിരുന്ന. ടീം ഒലീവ് ആൻഡ് ടീം ഗോഫർ.
രണ്ട് സ്ട്രോങ് ടീമും ആ ടീമിനെ നയിക്കാൻ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സും നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ഗെയിം കളിച്ചു, പാട്ടുകൾ പാടി, ഒരുപാട് മൈനസ് പോയിന്റ് ഉണ്ട്, ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട്. ഇതെല്ലാം നേടിക്കൊണ്ട് ഒരു ടീം ഫസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു ടീം സെക്കൻഡ്. രണ്ട് ടീമാണ്, ഒരെണ്ണം ഫസ്റ്റ് വേണം, ഒരെണ്ണം സെക്കൻഡ് വേണം എന്ന് പറഞ്ഞ് സെക്കൻഡ് ആയ ടീം മോശമാണോ? അല്ല. ഓക്കെ, രണ്ട് ടീമുകൾ അടിപൊളി ടീമായിരുന്നു. ഓക്കെ, ദൈവത്തിന്റെ വൃക്ഷമായതുകൊണ്ടാണ് ബൈബിളിലെ വൃക്ഷത്തിന്റെ പേരിട്ടത് ഒലിവ് ആൻഡ് ഗോഫ്. ഓക്കെ, ടീമിന് മാർക്കറിയണ്ടേ? ടീം ഒലിവ് എന്തേ? ഒലിവ് എന്തേ? ടീം ഒലിവ് എങ്ങനെ? ഹലോ. ഓക്കെ, ടീം ഒലിവിന്റെ ടോട്ടൽ ദിവസത്തെ മാർക്ക് 5 ദിവസമായിട്ടാണ് നമുക്ക് തിരിച്ചിരുന്നത്. 5 ദിവസം ടീം ഒലിവ് നേടിയ മാർക്ക് 319. അതിൽ ടീം ഗോഫർ നേടിയ മാർക്ക് 324. എത്ര പോയിന്റ് വ്യത്യാസമുണ്ട്? 5 പോയിന്റിന് വ്യത്യാസമുള്ളൂ അല്ലേ? അതൊരു ഏറ്റക്കുറച്ചിൽ ആണോ? വ്യത്യാസമാണോ? ഇഞ്ചോടിഞ്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. എല്ലാവരും അടിപൊളി പിള്ളേരാണ്. ഓക്കെ, അവിടെ ടീമിനെ മുഴുവനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. 1ാം സ്ഥാനം നേടിയ ടീം ഗോഫറിനെ അത് കരസ്ഥമാക്കുവാനായിട്ട് ടീം ഗോഫർ എല്ലാം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അത് നൽകുവാനായിട്ട് അച്ഛനെ കൃത്യമായിട്ട് വെൽക്കം ചെയ്യുകയാണ്. ടീം ഗോഫർ, ടീം ഗോഫർ, 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 ടീം ഗോഫർ. ഓക്കെ, ടീം ലീഡറും ചേർന്നത് ഓക്കെ, ടീം ലീഡർ ഡിമാൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. 2ാം സ്ഥാനം ടീം ഒലിവ്. ഒലിവിലെ എല്ലാ അംഗങ്ങളും കടന്നു വരിക. ഒലിവിലെ എല്ലാ അംഗങ്ങളും ഒലിവാണ്. ടീം ഒലിവാണ്. എല്ലാവരും ഓടി വാ. ഒലിവ് 2ാം സ്ഥാനം നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ സമ്മാനം ലീഡേഴ്സ് അത് എല്ലാവർക്കും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അല്ലെ? എല്ലാവർക്കും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നമ്മളെ ചെയ്യാൻ പോവുകയാണ്. ഒരു സമർപ്പണ ശുശ്രൂഷയോട് കൂടിയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ 2-3 വാക്കുകൾ നിങ്ങളോട് എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ. കപ്പുകളൊന്നും പൊടിച്ചാണെങ്കിൽ കേട്ടാ. ഓക്കെ. അടുത്ത വർഷം BBS വരുമ്പോ ഈ കപ്പിന് ചായ അടിച്ചിട്ടാണ് BBS വരാൻ കേട്ടോ. രാവിലെ ആയിട്ട് ഈ കപ്പിന് ചായ അടിച്ചിട്ട് വേണം അടുത്ത വർഷം BBS വരാനായിട്ട്. ഓക്കെ, BBS തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഇട്ടു, പദ്ധതി ഇട്ടു. അതിനുശേഷം BBS സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? കയ്യിൽ എന്തെങ്കിലും വേണം സമ്മാനമായിട്ട്. കയ്യിൽ എന്തെങ്കിലും ഒരു കണ്ടെത്താണ്ട് നമുക്ക് ഒരു BBS ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഓക്കെ, ലീഡേഴ്സ് പിന്നെ കൊടുത്താൽ മതി, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, ഒരു BBS നടത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അറിയോ? ഒന്നെന്ത് വേണം? അത് ഡയറക്റ്റ് ചെയ്യാൻ ആര് വേണം? ഒരു ഡയറക്റ്റ് വേണം. പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് അധ്യാപകർ വേണം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഓടി ചെയ്യാനായിട്ട് വോളണ്ടിയേഴ്സ് വേണം. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് നിരവധി കുട്ടികൾ വേണം. അവരെ പറഞ്ഞു വിടാൻ മാതാപിതാക്കൾ വേണം. ഒരുങ്ങുവാൻ സാറുമാരും പള്ളികളും വേണം. ഓക്കെ, അതിനുപരി ഈ കാര്യങ്ങളെല്ലാം നടത്തുവാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസയും വേണം. ഓക്കെ, ഈ BBS ഞാൻ ഒരു സാക്ഷ്യം പോലെ പറയുകയാണ്. BBS സ്റ്റാർട്ട് ചെയ്ത ദിവസം, 1ാം ദിവസം എന്ന് പറയുന്നത് ഞാനിവിടെ BBSന് വരുന്നത് കയ്യിൽ ഒരു പൈസ ഇല്ലാണ്ടാണോ? ഒരു പൈസ ഇല്ല. BBS നടത്താമെന്ന പദ്ധതി മാത്രമേ ഉള്ളൂ. 1 രൂപ പോലും കയ്യിലില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ അല്ലെ, ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ, പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിലുണ്ടല്ലോ, വഴി ആര് നോക്കും? ദൈവം വഴി തുറന്നിരിക്കും. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി കടന്നു വന്നു, പ്രാർത്ഥിച്ചു, ഒരു വട്ടം പ്രാർത്ഥിച്ചു. എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലെ, നടത്തുവാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നീ കരുതണമെന്ന് പ്രാർത്ഥനയോടുകൂടെ ഇറങ്ങി വന്നു. ഇവിടെ താഴെ നമ്മുടെ ഈ കയറ്റത്തിന് താഴെ വണ്ടി കൊണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ സ്നേഹപൂർവ്വം മച്ചാൻ എന്ന് വിളിക്കുന്ന ചേട്ടൻ എന്ത് ചെയ്തു? അതിന് നടന്നു വരുന്നുണ്ട്. ആ ചേട്ടൻ എന്ത് ചെയ്തു? ചേട്ടൻ കഴിയുന്ന BBS വെച്ചോ സാറേ എന്ന് പറഞ്ഞ് 500 രൂപ അല്ലെ, ഞാൻ പൈസ എടുത്ത് പറയുന്നല്ല കേട്ടോ, എന്ന് പറഞ്ഞാണ് എന്റെ കയ്യിൽ 500 നോട്ട് എടുത്ത് തന്നു. ഞാൻ പറയാണ്, ഒന്നുമില്ലാതെ എന്താണ് കടന്നു വന്ന വിഷമത്തിലാണ് ഞാൻ കടന്നു വന്നത്. ഇന്ന് ഫുഡ് ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുക്കും? അത് പിള്ളേർക്ക് ചെലവിന് വേണ്ടി എന്ത് കൊടുക്കുന്നു? കടന്നു വന്നപ്പോ വരുന്ന വഴി തന്നെ എനിക്ക് എന്ത് കിട്ടി? അതിനുള്ള ചെലവ് കിട്ടി. പിന്നെ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഒത്തിരി പേരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ചോദിച്ച എല്ലാവരും എന്ത് ചെയ്തു? എനിക്ക് പൈസ അയച്ചു തന്നു BBS നടത്തുവാൻ വേണ്ടി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്ത് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ ആര് വഴി തുറക്കും?
ആര് വഴി തുറക്കും? യേശു വഴി തുറക്കും. വലിയൊരു സാക്ഷ്യമാണ് BBSന്. അതുകൊണ്ട് എല്ലാ കാര്യവും ഞങ്ങള് വോളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്തത്, പിള്ളേർക്ക് ഒത്തിരി പൈസ ഇല്ലാത്തതുകൊണ്ട് കഞ്ഞിയും പയറും ഒക്കെ കഞ്ഞി ഉണ്ടാക്കി പയറുണ്ടാക്കി കൊടുക്കാം എന്ന് പ്ലാൻ ചെയ്തു. ആദ്യത്തെ ദിവസത്തിന് ഭക്ഷണത്തിന്റെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട, സ്പെഷ്യലായിട്ട് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ പേര് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പേരുടെ പേരുണ്ട്. ഒന്ന് ശാന്തന്മ ജോർജ് പാറേപ്പുരയ്ക്ക്, ജോഷ്യ ദേവസ്യ തിരുവപ്പറമ്പിൽ, സിജോ ജോൺ തെക്കേക്കാട്ടിൽ, ഷൗമേൽ CJ ചെമ്പംപ്ലാക്കൽ, ഷൗമേൽ ജോസഫ് പാറശ്ശേരിയിലും, അതുപോലെ പാറശ്ശേരി, സിജോ ഉള്ളോലി, ഏരിയാമ്മ ജോസ് താഴ്ത്തുമുണ്ടൂര്. അവസാന ദിവസം ഭക്ഷണങ്ങളൊക്കെ നമുക്ക്, അതുപോലെ നമ്മുടെ താഴ്ത്ത് കൊഴുക്കുന്നതിലെ ആന്റിയും സോമൻ ചേട്ടനും എല്ലാവരും, അതുപോലെ ലാസ്റ്റ് ദിവസം ജോസ് അറക്കനാണ്, വിലാ സിജോ ഫുഡ്, ഇവരൊക്കെ ഭക്ഷണം അറേഞ്ച് ചെയ്യാനും നമുക്ക് സാമ്പത്തികമായിട്ടും, അതുപോലെ ചേലച്ചോട് പള്ളിയിൽ നിന്നും വെൺമണി സഭയിൽ നിന്നും അതുപോലെ പുളിക്കത്തൊട്ടി സഭയിൽ നിന്നും ഒരുപാട് പേര് എന്ത് ചെയ്തു, ഇതിനു വേണ്ടിയുള്ള സമ്മാനം വാങ്ങുവാനും മറ്റ് ക്രമീകരണത്തിന് വേണ്ടിയുള്ള പൈസകളൊക്കെ എന്ത് ചെയ്തു, അവരെ പറ്റുന്നത് പോലെ ശേഖരിച്ച് തന്നു. ഭക്ഷണം ഉണ്ടാക്കാനും ഞാൻ പറഞ്ഞില്ലേ, കഞ്ഞിയും പയറും കൊടുക്കാൻ വേണ്ടി പദ്ധതിയിട്ട് ഞങ്ങളാണ് എന്ത് കഞ്ഞിയും പയറും കൊടുക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു ദിവസം മാത്രമേ കഞ്ഞിയും പയറും കൊടുത്തു. ബാക്കി എല്ലാ ദിവസവും ഏറ്റവും നല്ല ആഹാരം കൊടുത്തു. നോൺവെജ് എല്ലാ ആഹാരങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച മാത്രമേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ടീമുണ്ട്. ഒരാഴ്ച BBS നടത്തിയോ കേട്ടോ, ഒരാഴ്ച നടത്തി. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ടീമുണ്ട്. ഒത്തിരി പേര് കണക്കുണ്ട്. പ്രത്യേകം ഈ സഭയിലെ കമ്മിറ്റിക്കാര്, കൈക്കാരന്മാർ, അവര് എങ്ങും പോകാണ്ട് ഈ ആഴ്ചക്കാലം വേറെ ഒരിടത്തും അവരുടെ തിരക്കിൽ പോകാണ്ട് ഫുൾ ടൈം അവരൊക്കെ ഉണ്ടായിരുന്നു. അവർ പാസ്മേറ്റുണ്ടായിരുന്നു എല്ലാ കാലവും. ഇവിടുത്തെ സഭാ മക്കള് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പുളിക്കത്തോട്ട് കടന്നു വന്ന ടീച്ചർമാര്, ആന്റിമാര്, മറ്റെല്ലാവരും എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് അധ്വാനിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരു ടീം വർക്കാണ് BBS ഒരു ടീം വർക്കാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് സക്സസ് ആയി നടത്താൻ വേണ്ടി. പിന്നെ റാലിയുടെ കാര്യം, നമ്മൾ റാലി ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുള്ള 2-3 കാര്യങ്ങൾ നിന്ന്. ഒന്ന് വെയില്, ഓക്കെ, ഒന്ന് വെയിലായിരുന്നു നിന്നിരുന്നത്. അതുപോലെ പോണെങ്കിൽ എങ്ങനെ പോകണം, ഇത്ര പേരല്ലേ ഉള്ളൂ. പക്ഷേ പോണമെന്ന് എല്ലാവരും ഉത്സാഹത്തോടെ പറഞ്ഞു. പോയി ഒരു കുഴപ്പമില്ലാണ്ട് എന്ത് ചെയ്തു, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഒരു 2 പേരെയും പുതുതായിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു. ഈ വർഷം BBS ഭയങ്കര പേഴ്സണായിട്ട് ഭയങ്കര ഒരു അനുഭവം, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും അടുത്ത BBSന് പുതിയ ടീച്ചർമാരും പുതിയ ഡയറക്ടേഴ്സും പുതിയ ആൾക്കാരും കടന്നു വരണം. ഒരേ ഒരു കാര്യം ഞാൻ പറയാനുള്ളൂ, ഒരേ ഒരു കാര്യം. ഏത് പള്ളിയാണെങ്കിലും, ഏത് ശുശ്രൂഷകനാണെങ്കിലും, ഏത് സ്ഥലമാണെങ്കിലും, ഏത് ദേശമാണെങ്കിലും, എങ്ങനെയുള്ളവരാണെങ്കിലും എല്ലാവർക്കും പോരായ്മകളുണ്ട്. എല്ലാവരും പെർഫെക്റ്റ് അല്ല. പക്ഷേ ഒരു കോമൺ ആയിട്ട് ഒരു പ്രോഗ്രാം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കും? ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് നടത്താനായിട്ട് വരും. ഒന്നാമത് വേണ്ടത് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സാണ്. ഓക്കെ, ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് അത് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. എല്ലാം വിജയകരമായി, ഒന്നിനും കുറവില്ല, എല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതുപോലെ നമ്മൾ നാസിക് റോഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേർച്ചോടുള്ള നമ്മുടെ സഭയിലുള്ള മക്കൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ കൂട്ടുകാരെ കൂടി ചേർന്ന് നടത്തുന്നത്. അവർ വന്ന് മനോഹരമായിട്ട് അത് കൊട്ടി പ്രോഗ്രാം എല്ലാം വിജയിച്ചു. എല്ലാവരോടും ആരെങ്കിലും പേര് എടുത്ത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരോടുമുള്ള ഒരു ബിഗ് താങ്ക്സ് ഞാൻ നൽകുകയാണ്. നിങ്ങൾ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നല്ലൊരു മാറ്റത്തിന്റെ BBS തീരട്ടെ. എല്ലാ ആശംസകളും നിങ്ങൾ നേരുന്നു. ഈ നിമിഷം ഞാൻ അച്ഛനുമായിട്ട് കൈമാറുകയാണ്. സമർപ്പണത്തിനുള്ള ഒരു സമയമാണ്. ഒരു ചെറിയ സമയം, ചെറിയ നമ്മൾ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പരിചയമുണ്ട്, കൗൺസിൽ മെമ്പറിന്റെ പരിചയമുണ്ട്. നമുക്ക് ഷാജി തെരുപ്പറമ്പിൽ. ഓക്കെ, എല്ലാവരും നോക്കി, ഷാജി തെരുപ്പറമ്പിൽ. ഓക്കെ, നമ്മുടെ വെൺമണിയുടെയും തെക്കോത്തോണി സഭയുടെയും കൗൺസിൽ മെമ്പറാണ് ഷാജി ചേട്ടൻ. ഓക്കെ, നിങ്ങളെല്ലാം പരിചയപ്പെടണം. നമ്മുടെ നേതൃത്വം നിൽക്കുന്ന എല്ലാവരും നിങ്ങൾ പരിചയപ്പെടണം. ഷാജി ചേട്ടനുണ്ട്. ഓക്കെ, കൈക്കാരന്മാരൊക്കെ, കമ്മിറ്റിക്കാർ എല്ലാവരും ചേട്ടാ ബിഗ് താങ്ക്സ് കേട്ടോ. എല്ലാത്തിനുമായിട്ട് ഒരുപാട് നന്ദി. എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ചു. ഞാൻ വാട് വെക്കുന്നതായിട്ട് കണ്ടില്ല. എല്ലാവരും ബിഗ് താങ്ക്സ് സമർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് സമർപ്പണത്തിനുള്ള ശുശ്രൂഷയുള്ള സമയമാണ്. എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണം? എല്ലാ കുഞ്ഞുങ്ങളും കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം മാറ്റി വെച്ച്, പുസ്തകങ്ങളും പേനകളും എല്ലാം എടുത്തു വെക്കുക, എല്ലാം മാറ്റി വെക്കുക. എല്ലാവരും ഇപ്പോൾ എണീറ്റിരിക്കുക. ഇപ്പോൾ അച്ഛൻ നമ്മളെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഈ BBSൽ അനുഗ്രഹിക്കുന്നതായിരിക്കും. അച്ഛന് വേണ്ടി സ്വാഗതം ചെയ്യും. മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ ഒരു സമർപ്പണ ഗാനം നമ്മൾ പാടി പ്രാർത്ഥിച്ച് ഓരോരുത്തരെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്.
ഈ സമർപ്പണത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ BBSഉം സൺഡേ സ്കൂളും ഒക്കെ നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെല്ലാം കർത്താവിൻ്റെ മക്കളായി മാറണം എന്നുള്ളത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആയുസ് എത്രയായിക്കോട്ടെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഉള്ള കാലം കർത്താവിൻ്റെ നാമമാർഗത്തിനായിട്ട് നമ്മൾ ജീവിതം മാറണം, അനുഗ്രഹിക്കേണ്ട മക്കളായി മാറണം. നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാനായിട്ട് ഒരു വലിയ അവസരമാണ്. 2 വാക്യങ്ങൾ വായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4:4 ആദ്യമേ ഞാൻ വായിക്കുന്നത്. ഒന്ന് ബൈബിളിൽ നിന്നും, മറ്റൊന്ന് ഒരു കവിത, ഇംഗ്ലീഷ് കവിതയിൽ നിന്നുമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ പറയുന്നു. അതിനോട് ചേർന്ന് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇംഗ്ലീഷ് കവിതകൾ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഇവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ലതായിട്ട് റിപ്ലൈ ചെറുപ്പത്തിൽ തന്നെ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ ഇംഗ്ലീഷ് കവിതകളൊക്കെ വായിക്കണം. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരന് ഒരു ചെറിയ കവിതാശകലം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലമുണ്ട്, അതുകൊണ്ട് പറയട്ടെ. ഒരു ദിവസം വൈകിട്ട് കുതിരപ്പുറത്ത് സവാരിക്ക് പോയ റോബർട്ട് ഫ്രോസ്റ്റ് ഈ കവി വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായി വന്ന മഞ്ഞുവീഴ്ച കാണുകയുണ്ടായി. വനമധ്യത്തിൽ ഈ സുന്ദരമായ കാഴ്ച കണ്ട് മതിമറന്ന് നിൽക്കുമ്പോൾ കുതിര തന്റെ തല ചലിപ്പിക്കുകയും കഴുത്തിലെ മണികൾ കിളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നതാണ്. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ലോക പ്രശസ്തമായ ഒരു കവിതയാണ്. ഇതിന്റെ അർത്ഥം ഇതാണ്: ഈ വനപ്രദേശം മനോഹരമാണ്, പക്ഷെ എനിക്ക് ഇനിയും കടമകൾ നിറവേറ്റാനായിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് അനേകം മൈലുകൾ യാത്ര ചെയ്യാനായിട്ടുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഒന്ന്, വീട്ടിൽ പോയി ഉറങ്ങുന്ന ഉറക്കം. രണ്ടാമത്, മരണമാകുന്ന ഉറക്കം. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ധാരാളം കടമകൾ നിറവേറ്റാനായിട്ടുണ്ട്. ഈ ഒരു പ്രതിജ്ഞയോടുകൂടെ, ബട്ട് ഐ ഹാവ് പ്രോമിസ്ഡ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ധാരാളം കടമകൾ നിറവേറ്റാനുണ്ട് എന്നുള്ള ഉത്തരവാദിത്തത്തോടുകൂടി നമുക്ക് ഈ ആലയം വിട്ടു പോകാം. ഈ ആലയത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു പ്രകൃതിയുടെ കുളിർമയും ഒരു മനോഹാരിതയും, ലോകത്തിൽ എനിക്ക് തോന്നുന്നത് വലിയ സിറ്റിയുടെ ദേവാലയത്തെക്കാട്ടിയും മനോഹരമായ ആലയം. ഇവിടെ എത്രയും സമയം ഇത്ര നല്ലൊരു കാലാവസ്ഥയും നല്ല വായു, ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയുമാണ് ഈ ആലയം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തെക്കന്തോടിയിൽ ഇങ്ങനെ BBS സംഘടിപ്പിക്കാൻ ദൈവവിടെയാക്കി. അതുകൊണ്ട് നമ്മൾ ഒരു പ്രതിജ്ഞയോടെ പോകണം. ഞാൻ ഈ ആലയം വിട്ട് കടന്നു പോകുമ്പോൾ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ദേശത്തേക്ക് പോകും. ഞാൻ കർത്താവിനുള്ള മകളായി ജീവിക്കും. എന്ത് വന്നാലും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഫിലിപ്പിയ വായിച്ചോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിച്ച്, എന്ത് ദുരിതങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും ഞാൻ കർത്താവിനുള്ള മകളായിരിക്കുമെന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രിയമുള്ളവരെ ഈ BBSന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ കൂപ്പാം. ഒരു നിമിഷം മൗനമായി നിൽക്കുക. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ, ദേഹിയെയും ആത്മാവിനെ വിട്ടുകൊടുക്കുക. ഒരു നിമിഷം മൗനമായി നിൽക്കുമ്പോൾ ഇപ്പോൾ സമർപ്പണ ഗാനം വോളണ്ടിയേഴ്സും BBSന്റെ അധ്യാപകരും ലീഡറും ഒക്കെ ചേർന്ന് ആലപിക്കുന്നതാണ്. അതിനുശേഷം ഒരു പ്രാർത്ഥനാ വാചകം ചൊല്ലിത്തരും. ആ പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നമുക്ക് BBSനോട് വിട പറയാം. ഒരു നിമിഷം മൗനമായത് വന്നിരിക്കാം. ജീവിതം മൺകാറ്റും
അതൊക്കെ നിർത്തി ചൊല്ലിത്തരാം. നിങ്ങൾ എൻ്റെ പിന്നാലെ പ്രാർത്ഥന ഏറ്റി വരുവാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന ചെയ്ത്, കർത്താവേ, ഈ വർഷം BBS പഠിക്കുവാൻ എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങയുടെ മകനായി മകളായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവ് ആവശ്യപ്പെടുന്ന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ കർത്താവ് ആക്കുന്ന ഇടത്ത് പ്രവർത്തിക്കുവാൻ ഞാനിതാ എൻ്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും സമ്പൂർണമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഈ സമർപ്പണത്തെ സ്വീകരിച്ച് എന്നെ സമർത്ഥമായി അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിൽ ശോഭിക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണം. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പങ്കിടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദത്തിനായി നമ്മൾ തന്നെ വണക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസദായകനും സൗഖ്യദായകനുമായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഈ വർഷത്തെ BBS ക്ലാസ്സുകൾ സംബന്ധിച്ച എല്ലാ പ്രിയകുഞ്ഞുങ്ങളോടും പ്രിയകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരോടും കുടുംബാംഗങ്ങളോടും ഈ പ്രിയകുഞ്ഞുങ്ങൾ അഭ്യസിപ്പിച്ച അധ്യാപകരോടും സഹായം നൽകിയതായ വോളണ്ടിയേഴ്സിനും ലീഡേഴ്സായി പ്രവർത്തിച്ചതായ ഞങ്ങളുടെ ദാസിദാസന്മാരോടും കൂടെ ഇന്ന് മുതലേക്കും സദാകാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മൂലം ജയം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. എല്ലാം ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തില്ല. ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും വോളണ്ടിയേഴ്സ് ടീച്ചർമാർ കുട്ടികളെ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി വരുമോ? ഒരു അരമിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എടുത്തോട്ടെ, എല്ലാവരും കൂടെ ഫ്രെയിമിൽ കയറണ്ടേ, സമയമെടുക്കും. എല്ലാവരുടെയും വീഡിയോ കൂടി എടുത്തോട്ടെ. അതെ, ആരും എല്ലാവരും സിമ്പിളായിട്ട് നിന്നോ, കുഴപ്പമില്ല, ഇങ്ങോട്ട് നോക്കിയാൽ മതി. കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞു ഓക്കെ.
അച്ഛന് കൊടുക്കാൻ എടാ അച്ഛേ ഒരു കാര്യം അച്ഛനോട് അച്ഛനെ കൊണ്ട് കൊടുക്കണ്ട നീ ഇങ്ങോട്ട് വാ. നിനക്ക് കറിയൊന്നും വേണ്ട എന്നോടാ കറിയൊന്നും വേണ്ടേ നീ ഇങ്ങോട്ട് ഞാൻ അച്ഛനൊക്കെ മറ്റേ ഈ പ്ലേറ്റ് കൊടുക്കാൻ പോയി ഞാൻ പറഞ്ഞേ സാറായിട്ട്